നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂർ ജില്ലയിൽ ആകെ 25,12,921 വോട്ടർമാർ. കാട്ടകാമ്പാലിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. റബ്ബർ എസ്റ്റേറ്റുകളിൽ തമ്പടിച്ചിരിക്കുന്നത് 30-ലേറെ ആനകൾ. ചേലക്കരയും കോങ്ങാടും വെച്ചുമാറാനുള്ള കോൺഗ്രസ് ലീഗ് ചർച്ചകൾ നിഷേധിച്ച് ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ചേലക്കരയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാർ. വരവൂർ നടുവട്ടം അറവു മാലിന്യ പ്ലാന്റിന്റെ ട്രയൽ റൺ UDF പ്രവർത്തകർ തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ 2.69 കോടി വോട്ടർമാരാണ് ഉള്ളത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കി എങ്കിലും പുതിയ അപേക്ഷകൾ പരിഗണിച്ചത് കൂടി കണക്കാക്കുമ്പോൾ അന്തിമ പട്ടികയിൽ 15,11,292 വോട്ടർമാരുടെ വർധനവുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 16 ലക്ഷം വോട്ടർമാരുടെ കുറവും SIR-ന് ശേഷമുള്ള പട്ടികയിൽ ഉണ്ട്. തൃശൂർ ജില്ലയിൽ 25,12,921 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 12,18,432 പുരുഷന്മാരും 12,94,470 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ സ്വീകരിച്ച് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ പേര് ചേർക്കാവുന്നതാണ്. കാട്ടകാമ്പാൽ പെരുമ്പുള്ളി നഗറിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. അന്നിക്കര സുബ്രഹ്മണ്യന്റെ മകൾ ദേവികയെയാണ് ആക്രമിച്ചത്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പന്നി തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു. പരിക്കേറ്റ കുട്ടിയെ പഴഞ്ഞി കോട്ടോൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ വാരിയെല്ലിന് മുകൾ ഭാഗത്തായി ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. മുറിവിൽ 4 തുന്നലുകളുമുണ്ട്. സംഭവമറിഞ്ഞ കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കൊളഞ്ചേരി, KS സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പാലപ്പള്ളി മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. കുട്ടിയാനകൾ ഉൾപ്പെടെ 30-ലേറെ ആനകളാണ് റബ്ബർ എസ്റ്റേറ്റുകളിൽ തമ്പടിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ചിമ്മിനി എസ്റ്റേറ്റിലെത്തിയ ആനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിരവധി യാത്രക്കാരാണ് വഴിയിൽ കുടുങ്ങിയത്. ഇത്രയേറെ ആനകൾ ഒന്നിച്ച് ജനവാസ മേഖലയിൽ എത്തുന്നത് ആദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അക്കരപ്പാടി, കാരിക്കുളം എന്നിവിടങ്ങളിലാണ് ആനക്കൂട്ടം തമ്പടിക്കുന്നത്. പാലപ്പള്ളി ചിമ്മിനി ഡാം റോഡിലും ആനകൾ ഇറങ്ങുന്നുണ്ട്. തോട്ടങ്ങളിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾക്ക് പണിക്കിറങ്ങാൻ കഴിഞ്ഞില്ല. നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് പലതവണ ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മേഖലയിൽ വേണ്ടത്ര RRT സംഘങ്ങൾ ഇല്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടുകൾക്ക് സമീപമെത്തിയ ആനക്കൂട്ടത്തെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയുമാണ് അകറ്റിയത്. വനപാലകർ ഇടപെട്ട് ആനകളെ കാടുകയറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. ചേലക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയായേക്കും. ചേലക്കര മണ്ഡലം മുസ്ലിം ലീഗിന് നൽകി പകരം കോങ്ങാട് മണ്ഡലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസിൽ എതിർപ്പുയർന്നിരുന്നു. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ KA തുളസിക്ക് കോങ്ങാട് സീറ്റിൽ മത്സരിക്കാനായിരുന്നു ഈ വെച്ചുമാറ്റമെന്ന് ആക്ഷേപമുയർന്നു. ചേലക്കര മണ്ഡലം ലഭിക്കുന്നതിനോട് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിനും താൽപര്യമുണ്ടായിരുന്നില്ല. നിലവിൽ ജില്ലയിലുള്ള ഏക സീറ്റായ ഗുരുവായൂരിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഉയർത്തിക്കാണിക്കാനായി ഒരു സ്ഥാനാർത്ഥിയും ലീഗിനില്ല. ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല. വിജയസാധ്യതയുള്ള സീറ്റാണ് ചേലക്കരയെന്നും ലീഗിന് നൽകിയാൽ CPM-ന് ജയം സമ്മാനിക്കുന്നതിന് തുല്യമാകുമെന്നും ഇവർ പറയുന്നു. ഇതോടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തെളിയുകയാണ്.
TCV ചേലക്കര. കുന്നംകുളം ജംഗ്ഷനിൽ പട്ടാമ്പി റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കല്ലുപുറം പാതയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ മുൻപുണ്ടായിരുന്ന സീബ്ര ലൈൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട്, കുറ്റിപ്പുറം, പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്നതിന് യാത്രക്കാർ തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കണം. സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പലപ്പോഴും ഭാഗ്യം ആശ്രയിച്ചാണ് റോഡ് കടക്കേണ്ടി വരുന്നതെന്നും യാത്രക്കാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടയാളങ്ങൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് സീബ്ര ലൈൻ നിലവിലുണ്ടെങ്കിലും വടക്കാഞ്ചേരി റോഡിൽ അത് പാതി മാഞ്ഞ നിലയിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പട്ടാമ്പി പാതയിലെ മലായ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. വരവൂർ നടുവട്ടം അറവു മാലിന്യ പ്ലാന്റിന്റെ ട്രയൽ റൺ UDF പ്രവർത്തകർ തടഞ്ഞു. മാലിന്യ വാഹനങ്ങൾ പ്ലാന്റിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പോലീസും പ്രതിഷേധ സമരക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാലിന്യ വാഹനങ്ങൾ പ്ലാന്റിനകത്ത് പ്രവേശിക്കാതെ മടങ്ങിപ്പോയി. വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ PI ഷാനവാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അരയാലുക്കൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KS മുഹമ്മദ്, TM അയൂബ്, M വീരചന്ദ്രൻ, KM ഹമീദ്, രവി തിച്ചൂർ, മിഥുൻ, TM നാസർ, ഷംനാസ് തിച്ചൂർ, TM ബീവാത്തുകുട്ടി, സെറീന ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി നക്ഷത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത് വീട്ടിൽ സൗദാമിനിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. ഗുരുവായൂരിലെ വലിയതോട് മാലിന്യവാഹിനിയായി മാറിയിട്ടും നടപടിയെടുക്കാതെ നഗരസഭ. വലിയതോടിന് സമീപം താമസിക്കുന്ന വീട്ടമ്മ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതോടെ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കടുത്ത വേനലിലും വലിയ തോട്ടിൽ ഒഴുക്കിന് കുറവില്ല. കറുത്ത നിറത്തിലുള്ള മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. കൊതുക് ശല്യവും രൂക്ഷമാണ്. തോടിന് സമീപമുള്ള കിണറുകൾ ഉപയോഗശൂന്യമായതായി പരിസരവാസികൾ പറയുന്നു. വീട്ടിന്റെ മുറ്റത്തും ഇരിക്കാൻ വയ്യ, അകത്തും ഇരിക്കാൻ വയ്യ. കൊതുകടിയാണെങ്കിൽ അങ്ങനെ എന്തൊരു മണാന്നറിയോ. ഈ കക്കൂസയുടെ വെള്ളമൊക്കെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണവർക്ക് എന്താവും സ്ഥിതി? ഇരിക്കാൻ പറ്റാത്ത ഗതിയാണ്. തോട്ടിലാണെങ്കിൽ അങ്ങനെ, അത് ഈ കിണറാണെങ്കിൽ ഞങ്ങളുടെ കിണർ അത് കാരണം മൂടി ഞങ്ങള് ഈ വെള്ളം, തോട്ടിലത്തെ വെള്ളം കാരണം കൊണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത കിണർ കുഴിച്ചത്, അതായത് ഇനിയിപ്പോ ഫ്രണ്ട് കൂടെ കാന വന്ന ആ കിണർ മൂടേണ്ടി വരില്ലേ? അതാണ് അവസ്ഥ. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഗതികേടാണ് സാറേ. എന്ത് ചെയ്യാനാ? കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നു. സമീപത്തെ ബഹുനില കെട്ടിട സമുച്ചയങ്ങളിൽ നിന്ന് ശുചിമുറി മാലിന്യവും കാനയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇതിനെതിരെ നാട്ടുകാർ രേഖാമൂലം പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ തോടുകൊണ്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, സ്മെല്ല് കാരണം. രാത്രി ആയി കഴിഞ്ഞാൽ എവിടെന്നാന്ന് അറിയില്ല, ടോയ്ലറ്റിലെ വെള്ളമാണോ എന്ത് വെള്ളം അറിയില്ല, ഇങ്ങനെ മഞ്ഞ കലർന്ന വെള്ളം ഇങ്ങനെ പോവും. ഇപ്പൊ പകലും ഒഴുക്കി തുടങ്ങി. ഇത് എവിടുന്നാന്നുള്ളത് അറിയാം. ഞങ്ങള് വയസ്സായ ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ഇവിടെ. ഇത് കുറെ പ്രാവശ്യം ഇത് അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷെ ഇതിനൊരു സംവിധാനം ഇന്ന് വരയ്ക്കും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് വേസ്റ്റ് കോരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് നീക്കും. പിന്നെ ആ കുറച്ച് ദിവസം ഒരു കുഴപ്പമാണ്. പിന്നെ വീണ്ടും അതേപടി തന്നെ. നക്ഷത്ര മരുതങ്ങൾ ഫ്ലാറ്റിലെ ഒരു സ്ത്രീ മരിച്ചത് ഡെങ്കു ആയിട്ടാ മരിച്ചതെന്നുള്ളതാണ് ആശാവർക്കർമാരൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള അറിവ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാവുക. നമ്മുടെ വീട് എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ഈ പുറത്തുനിന്നുള്ള ഈ കൊതുകിന്റെ ശല്യവും കാര്യങ്ങളും ഇതൊക്കെ ആയ കാരണം ഞങ്ങൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കണം. തോടിന് സമീപത്തുള്ള ഫ്ളാറ്റിലെ വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഇതോടെ നാട്ടുകാർ രോഷാകുലരായിരിക്കുകയാണ്. വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം എവിടുന്നാന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും വലിയ അത്യാവശ്യം. ശരിയല്ലേ? അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പൊ അത് എന്തായാലും കുറെ വർഷങ്ങൾ അപ്പൊ ചോദിക്കും നിങ്ങൾ എന്തിനാ തോടിന്റെ ഭാഗത്ത് വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചെന്ന്. വീട് വെക്കാന്ന് വെച്ചാൽ നമുക്ക് പണ്ട് നിന്ന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ കുറച്ച് കാലയളവിലാണ് എല്ലായിടത്തെ വെള്ളവും, പ്രത്യേകിച്ച് വരുന്ന വെള്ളം ഫ്ലാറ്റുകളിലെ വെള്ളം. ഒരു വീടിന്റെ വെള്ളത്തിനൊന്നും ഇത്ര വലിയ മലിനീകരണം ഉണ്ടാവില്ല. രാത്രി 12-11 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ അറിയാൻ പറ്റും ഭാരതപ്പുഴ പോലെ പോണത്. അതായത് കറുത്ത വെള്ളം ഇവിടുന്ന വരണത് വിടുന്ന വെള്ളമല്ലേ, അല്ലാണ്ട് പുറത്തുനിന്ന് വേറെ ഞങ്ങളാരും ഒഴിക്കുന്ന വെള്ളമൊന്നുമല്ല. വലിയ തോടിന് സമീപത്ത് പുതിയതായി കാന നിർമ്മിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. വലിയ തോട്ടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ കാന നിർമ്മിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. TCV ഗുരുവായൂർ. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ 3 പേരെ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പോലീസ് പിടികൂടി. കൂരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക വീട്ടിൽ ഇജാസ്, കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിയാസ്, പുറത്തുശ്ശേരി പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഈ മാസം 17-ന് രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അനീസിനെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഈ കേസിൽ കരുവന്നൂർ പുറത്തുശ്ശേരി സ്വദേശികളായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ സുധിൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. വല്ലച്ചിറയിൽ വീടിന് നേരെ പന്നിപ്പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ മുഖ്യപ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മുല്ലക്കര ചെമ്പകപ്പുള്ളി വീട്ടിൽ രാഹുൽ പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ 1:30ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വല്ലച്ചിറ സ്വദേശി സുനിതയുടെ വീടിന് നേരെയാണ് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. സുനിതയുടെ മകൻ ശരത്ത് പ്രതികളുടെ കാർ തകർത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സ്ഫോടനത്തിൽ വീടിന്റെ മുൻവാതിൽ തകർന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് 16 വെള്ളി മുളം പാലികകളിൽ 12 ധാന്യങ്ങൾ വിതച്ച് തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുളയിടൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 27-നാണ് സഹസ്ര കലശം. 1000 കുടങ്ങളിലെ കലശം ഭഗവാൻ അഭിഷേകം ചെയ്യും. തുടർന്ന് കൂത്തമ്പലത്തിൽ നിന്ന് ബ്രഹ്മകലശം എഴുന്നള്ളിച്ച് ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി സഹസ്ര കലശ ചടങ്ങുകൾ നടത്തുന്നത്. 28-ന് ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടത്തിന് ശേഷം രാത്രിയിലാണ് ഉത്സവത്തിന് കൊടിയേറുക. മാർച്ച് 9-ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ദേശീയപാത 66-ൽ കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെയുള്ള പ്രദേശത്ത് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ചന്തപ്പുരയിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KA ഹഫ്സൽ, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, PB ഹിമ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. എറിയാട് ആറാട്ടുവഴി പാലം നിർമ്മാണത്തിന് വഴിയൊരുങ്ങി. ബ്ലാങ്ങാച്ചാൽ അറപ്പ തോടിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. ET ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാബി ഉമ്മർ, KA ഹാബ്, KM സാദത്ത്, AP സ്നേഹലത, CK ഹാരിസ്, ഷീജ ഷീബൻ, സെക്രട്ടറി സെറീന A അലി, പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ MA ബിന്ദു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ കുടുംബശ്രീ CDS അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. CDS 1 ചെയർപേഴ്സണായ വിചിത്ര മനോജും വൈസ് ചെയർപേഴ്സണായ സൗമ്യ സുരേഷും, CDS 2 ചെയർപേഴ്സണായ സജന രമേശും വൈസ് ചെയർപേഴ്സണായ ഫൗസിയ നൌഷാദുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. വരണാധികാരികളായിരുന്ന നിഷി ദേവദാസ്, P മഞ്ജുഷ എന്നിവർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CDS 1 24 അംഗങ്ങളും 2 18 അംഗങ്ങളുമാണ് ഉള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് എന്നിവർ ആദരിച്ചു. കുന്നംകുളം നഗരസഭയിലെ കുടുംബശ്രീ CDS ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. CDS 1 ചെയർപേഴ്സണായി ഷിബിത ബൈജുവും വൈസ് ചെയർപേഴ്സണായി ഷീജ ജയനും ചുമതലയേറ്റു. CDS 2 ചെയർപേഴ്സണായി MJ രമണിയും വൈസ് ചെയർപേഴ്സണായി ആരിഫ ഷജീറുമാണ് ചുമതലയേറ്റത്. റിട്ടേണിംഗ് ഓഫീസർമാരായ ഡോക്ടർ സുബിൻ കോലാടി, ഭുവന എന്നിവർ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന പൂന്താനം ദിനാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 1521 ക്ഷേത്രങ്ങൾക്കും 9 വേദപാഠശാലകൾക്കുമായി 9.85 കോടി രൂപയുടെ ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ വർഷത്തെ പൂന്താനം പുരസ്കാരം വൈക്കം രാമചന്ദ്രനും 2023 നൽകാൻ കഴിയാതിരുന്ന പുരസ്കാരം പ്രൊഫസർ V മധുസൂദനൻ നായർക്കും സമ്മാനിക്കും. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO വിമൽ G നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ രേവതി വേല ആഘോഷിച്ചു. തിരൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വേല ആഘോഷത്തിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും പ്രാമാണികത്വം വഹിച്ചു. ഞായറാഴ്ച കോലഴി ദേശത്തിന്റെ അശ്വതി വേലാഘോഷം നടക്കും. പുറമ്പോക്ക് ഭൂമി വിട്ടു നൽകാതെ ജലജീവൻ പദ്ധതി അട്ടിമറിക്കാൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ശ്രമിക്കുന്നതായി KK രാമചന്ദ്രൻ MLA. പദ്ധതിയുടെ ജലസംഭരണിക്കായി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മാട്ടുമലയിലുള്ള ബാബുരാജിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് കണ്ടെത്തിയത്. 1.25 ഏക്കർ സർക്കാർ നിശ്ചയിക്കുന്ന തുകയ്ക്കും 25 സെന്റ് സ്ഥലം സൗജന്യമായും വിട്ടു നൽകാമെന്നും ബാബുരാജ് സമ്മതിച്ചിരുന്നു. ഇതുപ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിനായി നടത്തിയ സർവേയിൽ ഈ സ്ഥലം പുറമ്പോക്കാണെന്ന് കണ്ടെത്തി. തുടർന്ന് പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തടസ്സപ്പെടുത്താൻ ബാബുരാജ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചതായും MLA പറഞ്ഞു. LDF നിയോജകമണ്ഡലം കൺവീനർ TA രാമകൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു.
വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ PS ഇന്ദു, ചീഫ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. മുരളി പെരുന്നെല്ലി MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, ജനപ്രതിനിധികളായ PK പ്രസാദ്, രാജശ്രീ ഗോപകുമാർ, പ്രിയങ്ക വൈശാഖ്, MG രജീഷ്, VK സുരേന്ദ്രൻ, സുധീർ വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 4 കോടി രൂപ ചെലവഴിച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 3 നിലകളിലായി 9880 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. പെരിങ്ങോട്ടുകരയിൽ തെരുവ് നായ്ക്കൾക്കുള്ള പേവിഷബാധ വാക്സിൻ കുത്തിവയ്പ് നടത്തി. താന്യം പഞ്ചായത്തിന്റെയും തളിക്കുളം അനിമൽസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് കുത്തിവയ്പ് നടത്തിയത്. താന്യം പഞ്ചായത്ത് പരിധിയിലെ സ്ഥലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധയുള്ളതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പേവിഷബാധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയത്. 100ഓളം നായ്ക്കൾക്ക് വാക്സിൻ കുത്തിവയ്പ് നൽകിയതായി ഡോക്ടർ സന്ധ്യ അച്യുതൻ അറിയിച്ചു. കുഞ്ഞാലിപ്പാറ കനാൽ ബണ്ട് റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യാതിഥിയായി. മുൻ പഞ്ചായത്ത് അംഗം സുമേഷ് മുത്തമ്പാടൻ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധയുടെയും കൈറ്റ്സ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്വിസ് ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അക്ഷര കൈരളി കയ്പമണ്ഡലം മണ്ഡലം കോർഡിനേറ്റർ TS സജീവൻ, കൈറ്റ്സ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജ്മൽ ചക്കരപ്പാടം എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികളുടെ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർമാരായ KM ഭാഗ്യം, CR ശ്രീവിദ്യ, ജില്ലാ പഞ്ചായത്ത് അംഗം സലീജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മനക്കൊടി കിഴക്കുംപുറം ഏലോത്ത് നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത പാരായണ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് സുകുമാരൻ പാലിശ്ശേരി, സെക്രട്ടറി മോഹനൻ കുറുവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭാ വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P യതീന്ദ്രദാസ് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MR രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലിഷ മത്രംകോട്ട്, KH സലാം, KP രഞ്ജിത് കുമാർ, നഗരസഭാ സെക്രട്ടറി MS ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി വേല മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് പ്രസാദ ഊട്ട് ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും കാഴ്ചശീവേലിയും നടക്കും. വൈകിട്ട് നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ചൊവ്വാഴ്ച പുലർച്ചെ 15 ദേശക്കാരുടെ നേതൃത്വത്തിലുള്ള പൂരം വരവും കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും.
ഉപദേശക സമിതി ഭാരവാഹികളായ കെ നന്ദകുമാർ, കെ വി സുരേഷ്, വിജയരാഘവൻ കൈതവളപ്പിൽ, കെ എൽ ജിതിൻ, പി ജി ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി. കാഴ്ചശീവേലിക്ക് ചിറയ്ക്കൽ കാളിദാസൻ തിടമ്പേറ്റ്. വിവിധ ദേശക്കാരുടെ താലം വരവ് ഭക്തിസാന്ദ്രമായി. ഇനി വാണിജ്യം. അരനൂറ്റാണ്ടിലേറെയായി തൃശൂരിന്റെ അഭിമാനമായി തുടരുന്ന രാഗം തിയേറ്റർ BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്തു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഉദ്ഘാടനം നടന്നത്. BLM രാഗം തിയേറ്ററിൽ നിന്ന് BLM സ്ഥാപക ചെയർമാൻ R. പ്രേംകുമാർ നയിച്ച റോഡ് ഷോയിൽ വാദ്യമേളങ്ങൾ, കൂക്കാവടികൾ, പുലിക്കളി, തെയ്യം, പൂത്താലമേന്തിയ വനിതകൾ, ഫാൻസി രൂപങ്ങൾ തുടങ്ങിയവ അണിനിരന്നു. തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് BLM സ്ഥാപക ചെയർമാൻ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. BLM വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. BLM പ്രസിഡന്റ് N. കരുണാമൂർത്തി, സിദ്ധേശ്വർ നായർ, VP സൈതലവി, മുരുകൻ, ഷിനോഷ്, AK സുനിൽ, സിബി, മനോജൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 52 വർഷമായി തൃശൂരിൽ പ്രവർത്തിച്ചു വരുന്ന രാഗം തിയേറ്റർ 1 വർഷം മുൻപാണ് BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാങ്ങിയത്. കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള സെൻട്രൽ രജിസ്ട്രാറുടെ നിയന്ത്രണാധികാരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് BLM. 2006 സ്ഥാപിതമായ BLM കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ 140-ലേറെ ബ്രാഞ്ചുകളുമായാണ് പ്രവർത്തിക്കുന്നത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂർ ജില്ലയിൽ ആകെ 25,12,921 വോട്ടർമാർ. കാട്ടകാമ്പാലിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. റബ്ബർ എസ്റ്റേറ്റുകളിൽ തമ്പടിച്ചിരിക്കുന്നത് 30-ലേറെ ആനകൾ. ചേലക്കരയും കോങ്ങാടും വെച്ചുമാറാനുള്ള കോൺഗ്രസ് ലീഗ് ചർച്ചകൾ നിഷേധിച്ച് ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ചേലക്കരയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാർ. വരവൂർ നടുവട്ടം അറവു മാലിന്യ പ്ലാന്റിന്റെ ട്രയൽ റൺ UDF പ്രവർത്തകർ തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.